കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ മന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും ഇഡി സമൻസ്. ഈ മാസം 12-ന് കൊച്ചി ഇഡി ഓഫീസിൽ ഹാജരാകണം. ഇത് 6ാം തവണയാണ് ഐസക്കിന് സമൻസ് ലഭിക്കുന്നത്. തുടർച്ചയായി ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയായിരുന്നു ഐസക്. പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥിയാണ് തോമസ് ഐസക്. ഇഡി നൽകിയ സമൻസുകൾ വ്യക്തിപരമായ കാര്യങ്ങൾ തിരക്കിയുള്ളതാണെന്നും തനിക്ക് ഒറ്റയ്ക്ക് ഉത്തരവാദിത്തമുള്ളതല്ല കിഫ്ബിയിലെടുക്കുന്ന തീരുമാനങ്ങളെന്നും ചൂണ്ടിക്കാണിച്ചായിരുന്നു മുൻ ധനമന്ത്രി തോമസ് ഐസക് ചോദ്യം ചെയ്യലിന് എത്താതിരുന്നത്. സമൻസിനെതിരെ ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു, കിഫ്ബിയും കോടതിയെ സമീപിച്ചിരുന്നു. ഇഡി സമൻസിനെ എന്തിനാണ് എല്ലാവരും പേടിക്കുന്നതെന്നും സമൻസ് അനുസരിക്കാത്തതെന്തെന്നും ചോദിച്ച കോടതി ഇപ്പോൾ നടക്കുന്ന പ്രാഥമിക അന്വേഷണത്തോട് സഹകരിക്കാനും നിർദ്ദേശിച്ചിരുന്നു. തുടർന്നാണ് തോമസ് ഐസക്കിന് വീണ്ടും സമൻസ് നൽകിയത്. വിദേശത്ത് നിന്ന് മസാല ബോണ്ടിലൂടെ 2150 കോടി രൂപ ശേഖരിച്ച് വിനിയോഗിച്ചതിലെ വിദേശ നാണ്യവിനിമയ ചട്ടലംഘനമാണ് ഇഡി അന്വേഷിക്കുന്നത്. കിഫ്ബി മസാല ബോണ്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കിഫ്ബി ഡെപ്യൂട്ടി ജനറൽ മാനേജർ അജോയ് കൃഷ്ണൻ, ഉദ്യോഗസ്ഥൻ ഹേമന്ത് എന്നിവർ ഹാജരായിരുന്നു. ഇഡി തിരക്കുന്ന വിവരങ്ങൾ കിഫ്ബി ഉദ്യോഗസ്ഥർക്ക് തന്നെ നൽകാൻ കഴിയുമെന്നും തന്നെ വിളിച്ചു വരുത്തേണ്ടതില്ലെന്നുമായിരുന്നു തോമസ് ഐസക്കിന്റെ നിലപാട്. എന്നാൽ കിഫ്ബി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിന് ശേഷം കൂടുതൽ വ്യക്തതയ്ക്ക് ഇഡി ആവശ്യപ്പെടുകയാണെങ്കിൽ സഹകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. കിഫ്ബി ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായെങ്കിലും തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് വ്യക്തമാക്കിയാണ് ചൊവ്വാഴ്ച ഹാജരാകാൻ സമൻസ് നൽകിയിരിക്കുന്നത്. ജനം, കൊച്ചി.